എപ്പോൾ വരും മൽപ്രിയനേ എന്നേശുനായകനേ? എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങേ ആശ്ലേഷിപ്പാൻ? എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങേ ആശ്ലേഷിപ്പാൻ? എന്നേശുവേ വാനമേഹേ വേ വന്നിടണേ. എന്നേശുവേ വാനമേഹേ വേഗം വന്നിടണേ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, എനിക്കായി മുറി വേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, എനിക്കായി മുറി വേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ. വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ, വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. മൽപ്രിയനേ എൻ്റെ യേശുനായകനേ, എപ്പോൾ വരും മൽപ്രിയനേ എൻ്റെ യേശുനായകനേ? വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ, വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ ചേർന്നു നിൻ സൗവിധേ വന്നു ഹല്ലേലൂയാ പാടുവാൻ. ചേർന്നു നിൻ സൗവിധേ വന്നു ഹല്ലേലൂയാ പാടുവാൻ. ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങുന്നേ, ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങുന്നേ. മൽപ്രിയനേ എൻ്റെ യേശുനായകനേ, എപ്പോൾ വരും മൽപ്രിയനേ എൻ്റെ യേശുനായകനേ? എപ്പോൾ വരും സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ, സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് സ്വർഗനാട്ടിൽ, ആ പളുങ്കു കടൽ തീരെ ജീവാവൃക്ഷത്തിൻ തണലിൽ, ആ പളുങ്കു നദി തീരെ ജീവാവൃക്ഷത്തിൻ തണലിൽ എൻ സോർവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടും നീ. എൻ മണാലാ എൻ സോൻ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടും നീ. എൻ മണാലാ മൽപ്രിയനേ എൻ്റെ യേശുനായകനേ, എപ്പോൾ വരും മൽപ്രിയനേ എൻ്റെ യേശുനായകനേ? എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങേ ആശ്ലേഷിപ്പാൻ?
എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എൻ്റെ യേശുവേ വാനമേ വേഗം വന്നിടണേ എൻ്റെ യേശുവേ വാനമേ വേഗം വന്നിടണേ. നമ്മുടെ ദൈവത്തിന് മഹത്വം. Our Lord will come back. നമ്മുടെ കർത്താവ് വരും. നമ്മൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും വരും. Because that is His promise, that is His plan, and that is what going to happen. Many of the people are not believe that. They believe something is going to happen. But many of the people doesn't know our Lord will come. The King of Kings will come. He will take over the world. Praise God. He will give the reward people who are believe and abide and born again in Him. Hallelujah. ക്രിസ്തുവിൽ മരിച്ച, ക്രിസ്തുവിൽ ജീവിച്ച, ക്രിസ്തുവിന് വേണ്ടി ഹല്ലേലൂയ ജീവിതം കൊടുത്തവർക്ക് വേണ്ടിയുള്ള ഒരു വരവുണ്ട്. ആ വരവിൽ നാമും കാണപ്പെടും. കഴിഞ്ഞ രാത്രി ഈ പാട്ട് കാരണം ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഒത്തിരി ഡിസ്റ്റർബായിരുന്നു. ആഫ്റ്റർ ഐ പ്രിപ്പയർ മൈ മെസ്സേജ് ഐ ഹാർഡ്ലി മേ ബി 2 hours ആയിരിക്കും ഞാൻ ഉറങ്ങിയത്. കാരണം ഈ പാട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് മോർണിംഗിലും ഇവിടെ വന്നിരിക്കുമ്പോഴും എപ്പോഴും എന്നെ ഒത്തിരി എന്നോട് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. I will welcome the people who are came from after their vacation after this live program, because I don't want the people to know who come who goes. Praise God. ദൈവം നമ്മെ സഹായിക്കട്ടെ. Let us turn our attention to the book of John. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക്. And 11-ാം അധ്യായം നമുക്ക് അതിൻ്റെ 28-ാമത്തെ വാക്യം അതിൻ്റെ കുറിവാക്യമായിട്ടത്. What is the Praise God. I'm truly know everybody got the message now. മാർത്ത തൻ്റെ സിസ്റ്റർ ആയിരിക്കുന്ന, സഹോദരിയായിരിക്കുന്ന മറിയോട് പറയുക, ടീച്ചർ ഈസ് ഹിയർ. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയിൽ ഈ ഗുരുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ഗാഡ്. ഈ ഗുരു, ഈ മാസ്റ്റർ, ഈ ടീച്ചർ, ഈ ലോർഡ് തന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഒത്തിരി സ്ഥലത്ത് പ്രസന്റ് ആയിട്ടുണ്ട്. തൻ്റെ പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. അത് നേരിട്ടുള്ളതായിരുന്നു. എന്നാൽ ആഫ്റ്റർ ഹിസ് റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഇനി ഒത്തിരി നാൾ നിങ്ങളോടുണ്ടാകുകയില്ല, ബട്ട് മൈ പ്രസൻസ് വിൽ ബി ഇൻ യുവർ മിഡ്സ്. നിങ്ങളുടെ മധ്യത്തിൽ എൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഞാൻ അയക്കുന്ന ഒരു കാര്യസ്ഥനുണ്ടാവും. അവൻ നിങ്ങളെ സകലത്തിലും ലീഡ് ചെയ്യും. Means whatever the Lord Jesus Christ presently He done, the Spirit of the Lord can do everything as is. ദൈവത്തിൻ്റെ ആത്മാവിന് സകലതും ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, അത് അനുഭവിക്കാൻ മനസ്സുണ്ടെങ്കിൽ, അത് വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്ന മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മ സാന്നിധ്യമുണ്ട്.
Praise God, hallelujah. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിൽ കടന്നു വരുന്നു. നമ്മുടെ ഈ വാളിൽ, ഈ ഭിത്തിയിലൊക്കെ ഒത്തിരി സോക്കറ്റ് കാണാം. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്നറിയണമെങ്കിൽ നീ എന്തേലും കൊണ്ടൊന്ന് കുത്തി നോക്കണം. You have to experience if there is electricity or not. In physically you are not able to identify there is a power. We should bring something to test that. Then that will work. Then we will realize there was a power. That socket is working. Same like ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കണമെങ്കിൽ നാം ഒരു ഒഴിഞ്ഞ പാത്രമായി ദൈവസന്നിധിയിൽ വന്നിരുന്നുകൊണ്ട് ഈ മറിയയുടെ മനോഭാവം ഉണ്ടെങ്കിൽ ചില അത്ഭുതങ്ങൾ നടത്തുവാൻ ഇന്നും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. Praise God. നമുക്ക് ഇതിൻ്റെയൊക്കെ ചരിത്രം അറിയാം. We know the story. ലാസറിൻ്റെ ഡെത്ത്, അവൻ്റെ ഉയർപ്പ്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒന്ന് രണ്ട് കാര്യം ഞാൻ അവിടെ ഒന്ന് ചിന്തിപ്പാൻ തക്കവണ്ണിടയായി. ഈ മറിയ നാട്ടിൽ നല്ല സാക്ഷ്യമില്ലാത്ത ഒരു ലേഡിയായിരുന്നു. She had no good testimony in her city. She was a sinner. ഈ മറിയ പാപിനിയായ ഒരു സ്ത്രീയായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ അവിടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ നാൾ മുതൽ അവന് ആ ക്രിസ്തുവിൽ നിന്ന് പാപം ക്ഷമിച്ചു കിട്ടി. Praise God. Luke was in the book of Luke, chapter 7, 36 മുതൽ 39 വരെ ഒന്ന് വായിക്കാം. ഒരു ദിവസം യേശുവിന് ഒരു ഫുഡ് കൊടുക്കണമെന്ന് താല്പര്യപ്പെട്ടു. അങ്ങനെ ഒരു ഫാരിസീസ് വിളിച്ച്, നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഉപരിയായിട്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വിളിച്ച് നല്ല ഫുഡ് കൊടുത്ത സമയത്ത് ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ ആ വീട്ടിൽ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് she immediately reached to that home. ചുമ്മാതല്ല വന്നേ, ഇത് ചുമ്മാ കിട്ടുന്നതല്ല കേട്ടോ. ഈ പെർഫ്യൂം, ഇതിനൊക്കെ പേരുകളുണ്ട് കേട്ടോ. ഈ പെർഫ്യൂം ചുമ്മാ കിട്ടുന്നതല്ലേ. And she was not a poor family background. സമ്പത്തുള്ളൊരു കുടുംബമായിരുന്നു. പക്ഷെ സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് വെറുതെ കൊണ്ട് നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ചോദ്യത്തിൽ, നമ്മുടെ സെൻസിൽ നോക്കി സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് അത് മക്കൾക്കൊക്കെ വെച്ചേക്കരുതോ? പ്രൈസ് ഗാഡ്. ക്രിസ്തേശുവിനെ വ്യക്തമായി അറിയുന്ന അന്ന് മുതൽ നിന്റെ സമ്പത്ത് നിനക്കൊരു സമ്പത്തായിട്ട് തോന്നില്ലെന്നേ. കാരണം എൻ്റെ സമ്പത്ത് ഒന്നും ചൊല്ലുവാൻ സർവശക്തി മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗാഡ്. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? അപ്പൊ മുന്നിലല്ല നിൽക്കുന്നത്, പുറകിൽ കരഞ്ഞുകൊണ്ട് നിന്ന് 3 കാര്യം അവിടെ ചെയ്തു. ഒന്ന്, കണ്ണുനീര് കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. ഇന്നു പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരു കാര്യം ആത്മീയമായി ഈ വിഷയത്തിൽ നിന്ന് പറയട്ടെ. നീ ആരായിരുന്നാലും, നാം എങ്ങനെയുള്ളവരായിരുന്നാലും, കർത്താവിൻ്റെ പാദപീഠത്തിൽ നീ കണ്ണുനീര് കൊണ്ട് ഹല്ലേലൂയ നീ ആയിരിക്കുന്നുവെങ്കിൽ നിനക്ക് വിടുതലാകട്ടോ. നിന്നെ നാട്ടുകാർ പരീക്ഷിച്ചോട്ടെ, വീട്ടുകാർ നിന്നെ എന്തും പറഞ്ഞോട്ടെ, നീ ആർക്കും മോശമായി നിന്നെ എണ്ണിക്കോട്ടെ, പക്ഷേ നിന്റെ ജീവിതത്തിൽ നിനക്കൊരു തുള്ളി കണ്ണുനീര് ദൈവസന്നിധിയിൽ മുടക്കുവാനുണ്ടെങ്കിൽ, അവൻ്റെ പാദപീഠത്തിൽ വന്ന് മുടക്കുവാനുണ്ടെങ്കിൽ ഇതിനെല്ലാം പരിഹാരമുണ്ട്. നിന്നെ ദേശത്ത് ദൈവം മാനിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും. Praise God.
ഇപ്പം നമ്മളിൽ ഒട്ടുമില്ലാത്ത ഒരു കാര്യം കണ്ണുനീരാ. പ്രൈസ് ഗോഡ്. ഉള്ളി തേച്ചാൽ പോലും കണ്ണുനീര് വരത്തില്ല ഇപ്പം ചിലർക്ക് ദൈവത്തിന് ഇരിക്കുമ്പോൾ. എന്നാൽ വീട്ടിൽ അച്ചായനോ അമ്മാമയോ ആരെങ്കിലുമൊക്കെ പറയുമ്പം കുത്തിയിരുന്ന് കരയുകയും ചെയ്യും. സഭയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കരം കരച്ചില്ല, വീട്ടിൽ പോയാലും കരച്ചില്ല, കരച്ചിലോട് കരച്ചില്ല. അങ്ങനെ കരയുന്നവരുണ്ടെങ്കിലും കരയാത്തവരുണ്ടെങ്കിലും ഞാൻ അവരോടൊരു കാര്യം പറയാം, ആ കണ്ണുനീരെല്ലാം സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ പാദവിടുതലും കരണം. നിൻ്റെ റൂമിൻ്റെ അകത്ത് നീ ഒറ്റയ്ക്കടച്ച് അല്പസമയം കയറിയിരിക്കുമ്പോൾ അവൻ്റെ പാദപീഠം കഴുകണം. കരഞ്ഞിട്ടില്ലാത്ത കണ്ണിനോട് ഇന്ന് പകൽക്കാലം സംസാരിക്കണം. കണ്ണുനീര് വരാത്ത കണ്ണിനോട് ഇന്ന് പകൽക്കാലം സംസാരിക്കണം. Where is my tears? Praise God. ഇതൊരു അനുഭവമാകട്ടെ, ഇതൊരു ആത്മീയൻ്റെ അനുഭവമാണ്. This is a spiritual experience for the spiritual person. ഹല്ലേലൂയ. കരയുന്ന ദൈവങ്ങൾക്കായി സ്തോത്രം. ചിലർ മുൻവിധിയൊക്കെ പറയും, ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഇവിടെയും പറഞ്ഞെന്നേ, ഇവിടെയും പറഞ്ഞത് കാണിച്ചു തരാം. ദൈവസന്നിധിയിൽ വന്ന് കരയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് പ്രേരണ തരുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നൊരു വിഷയമുണ്ട്, അടുത്തിരിക്കുന്നവരെന്തോ പറയും. ഇനി അടുത്തിരിക്കുന്ന കരയാത്തവരെയായിരിക്കും ഇതെന്തോ വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് കുത്തിയിരുന്നങ്ങ് കരയുവാ വന്ന ഉടനെ. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ഇവൾ കർത്താവിൻ്റെ കാൽ കണ്ണുനീര് കൊണ്ട് നനച്ചു. രണ്ട്, ഒരു സ്ത്രീയുടെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് മുടി. കാരണം വേദപുസ്തകത്തിൽ വേറൊരു ഭാഗത്തുണ്ട്, പുരുഷൻ മുടി വളർത്തുന്നത് അവന് ആ മാനമല്ലെന്ന. പുരുഷൻ മുടി വളർത്തുന്നത് അവന് മാനമല്ല എന്ന് വേദപുസ്തകത്തിലുണ്ട്. അപ്പൊ സ്ത്രീ വളർത്തുന്നത് അവക്ക് മാനമല്ലേ? അങ്ങനെ ഏറ്റവും ഇപ്പം മുടിയില്ലാത്തവരെയായിരിക്കും ദൈവമേ എല്ലാം പൊഴിഞ്ഞു പോയല്ലോ. അത് സാരമില്ല, കർത്താവ് തന്നതിനായി സ്തോത്രം ചെയ്യുക, ഉള്ളതിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ വിലയേറിയത് ഇവിടെ ജീവിതത്തിൽ സ്വന്തമേ ലഭിച്ചത്, ആ മുടി കൊണ്ട് അവൾ അതിനെ തുടച്ചു. അടുത്തത് കാലിൽ ചുംബിച്ചു. ദൈവത്തിന് മഹത്വം. നീ ചുംബിക്കേണ്ട ആ പാദം മനസ്സിലാക്കാൻ ആദ്യം പഠിക്കണം. ഒരു ദൈവവേദൽ ചുംബിക്കുവാൻ ആഗ്രഹിക്കുന്ന കാല് മനസ്സിലാക്കണം. ദൈവത്തിന് മഹത്വം. ബോംബെയിൽ ഒരു മാഹിം പള്ളിയുണ്ട്. മറ്റു പലർക്കും നിങ്ങൾക്ക് മറ്റു സ്ഥലങ്ങൾ അറിയാമായിരിക്കും. സ്തോത്രം. വേറൊരു സ്ഥലമുണ്ട്, വിലേപ്പാർല എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ റോഡിൻ്റെ സൈഡിൽ കുറേ സെയിൻ്റ് എന്ന് പറയുന്നവരുടെ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലൊന്ന് യേശുവിൻ്റെ അമ്മ മറിയ എന്ന് പറയുന്ന പേര് ചാർത്തിയ ഒരു വിഗ്രഹവുമുണ്ട്. സ്വല്പം ഉയരത്തിൽ അതിരിക്കുന്നത്. നീളമുള്ളവർ എത്തിക്കുത്തി ആ ഫീറ്റേൽ ഹഗ് ചെയ്തുകൊണ്ട് പൊട്ടിക്കരയുന്നത് കാണാം. ചിലർ നീളമില്ലാത്തവർ അതിനെ തൊട്ടുകൊണ്ട് കരയുന്നത് കാണാം. ഞാനിത് കണ്ടിട്ടുണ്ട്. ഞാനൊന്നും ഒരു കാര്യം മനസ്സിലാക്കി, കർത്താവേ, എൻ്റെ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ തൊടുവാൻ ഇവർക്ക് ഭാഗ്യമില്ലാതായിപ്പോയല്ലോ. ദൈവമക്കളെ അന്വേഷിക്കേണ്ടവനെ അന്വേഷിക്കുന്നത് പോയി അന്വേഷിക്കണം. ദൈവത്തിന് മഹത്വം. ഇതേ സംഭവം മതി ദൈവസന്നിധിയിൽ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് വിടുതലാതെ അർത്ഥമാണ്, അത് പ്രയോജനമാണ്. പ്രയോജനമില്ലാത്തതൊക്കെ വിട്ടുകളഞ്ഞ് പ്രയോജനമുള്ളതിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയ പ്രേരണ നമുക്കുണ്ടാവും. അപ്പോൾ ഈ പാപിനിയായ ഈ സിന്നറായിരിക്കുന്ന ഈ ലേഡി ചെയ്തത്, ഒന്ന്, കരയാൻ തയ്യാറായി. രണ്ട്, അവൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് കർത്താവിൻ്റെ കാലിന് വേണ്ടി വിട്ടുകൊടുത്തു. മൂന്ന്, ഹല്ലേലൂയ, അവിടെ സമ്പാദ്യം, ഹല്ലേലൂയ, അതിൻ്റെ നല്ലൊരു ഭാഗം എൻ്റെ കർത്താവിൻ്റെ പാദം അതിൽ പൂശി.
ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞപ്പോഴേ പിന്നെ ആ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ആ വീട്ടുകാരൻ ചോദിച്ചു, ഇവൻ എന്തോ ഒരു മനുഷ്യന്, ഇവൻ എന്തോ മനുഷ്യനാ, ഇവനെ വിളിച്ചു പോയല്ലോ എന്നൊരു പക്ഷേ കരുതി കാണും. വലിയ കാര്യത്തിൽ ഒരു വലിയ ആളാന്ന് വിചാരിച്ചൊക്കെ വിളിച്ചതാ. പക്ഷേ ഇയാളുടെ ഇറമ്പി വന്ന് നിൽക്കുന്ന ആളും ഈ സ്ത്രീയെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തൊരു മനുഷ്യനെ നമ്മൾ വിളിച്ചല്ലോ എന്നൊരു പക്ഷേ ചിന്ത. അതിനാ പുള്ളി പറഞ്ഞത്, അയ്യോ ഇയാളൊരു പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്ന് മനസ്സിലാക്കിയനേമായിരുന്നു. അവൾ പാപിയായിരുന്നല്ലോ. ദൈവവൈതലെ, വിധിക്കുവാൻ ആൾക്കാരുണ്ട്, പക്ഷെ നിന്നെ അറിയുവാൻ എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. വിധിക്കുവാൻ ഇഷ്ടം പോലെ ആളുണ്ട്. നിന്റെ ഭവനത്തിലുണ്ട്, സഭയിലുണ്ട്, നാട്ടിലുണ്ട്, ജോലിയിലുണ്ട്, പക്ഷെ നിന്നെ അറിയുന്ന ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ. നീ പാദമെടുത്ത് നിന്ന് കരയുമ്പോൾ കണ്ണുനീർ വീഴുന്ന ഒരു പാദമുണ്ട്. അതാ ഞാനും നീ സേവിക്കുന്ന ജീവനുള്ള, വീണ്ടും വരാമെന്ന് മേഘാരൂഢനായി ഹല്ലേലൂയ വരാമെന്ന് വാഗ്ദത്തം ചെയ്ത ഞാൻ സേവിക്കുന്ന കർത്താവ്. Praise you Jesus. ഹല്ലേലൂയ. അപ്പം ഇതിന് ഉത്തരം കർത്താവ് താഴോട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, അത് വീട്ടിൽ പോയി വായിച്ചാൽ നമുക്കൊക്കെ അറിയാവുന്നതാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നിട്ട് രണ്ടാമത്തും ഈ സെയിം മറിയ, സ്തോത്രം, ഈ പെർഫ്യൂമൊക്കെ കർത്താവിൻ്റെ പാദപീഠത്തിൽ പൂശുന്നതായിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ദൈവത്തിൻ്റെ മഹത്വം. ഇവിടെ സംഭവം, ലെറ്റ് us back to John 11-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അല്ല അത് അവിടെ നമുക്ക് പറയുന്നത്, അവിടെ 3 മെമ്പറുള്ള ഒരു ഭവനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായോ ഈ മറിയ ആ മറിയെന്ന്? ഇന്ന് രാവിലെ വേറെ മറിയെക്കുറിച്ച് കേട്ടു. ഈ മറിയമാരൊത്തിരി ഉണ്ട്, പക്ഷേ ഓരോ മറിയെ മനസ്സിലാക്കാൻ പഠിക്കണം. പേരൊന്നാന്തേലും പലതും പല പരിപാടിയിൽ കൂടെ കടന്നു പോയേക്കുന്നത്. പല അനുഭവമാണ്, പല സാക്ഷ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ മറിയയ്ക്കുള്ള അനുഭവമല്ല ഈ മറിയയുടെ അനുഭവം, ആ മറിയയുടെ അനുഭവമല്ല ഇപ്പുറത്തെ മറിയയ്ക്കുള്ള അനുഭവം. പേരൊന്നായതുകൊണ്ട് കാര്യമില്ല കേട്ടോ. ദൈവം നിന്നെ വിളിച്ചൊരു വിളിക്ക് വ്യത്യാസമുണ്ട്. നിന്നെ കണ്ടത്, സ്തോത്രം, എവിടെ വെച്ചാ കണ്ടതെന്ന് നാം ആരാധനയ്ക്ക് വരുമ്പോഴെങ്കിലും ചിന്തിക്കണം. കർത്താവേ, എന്നെ കണ്ട ദിവസം, ഹല്ലേലൂയ, എന്നെ തിരഞ്ഞെടുത്ത ദിവസം, അത് ദൈവസന്നിധിയിൽ മറക്കരുത് കേട്ടോ. ദാറ്റ്സ് എ പ്രഷ്യസ് ഡേ ഇൻ യുവർ ലൈഫ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലരും വിവാഹം കഴിച്ച ദിവസം ഓർക്കാറുണ്ട്, ബർത്ത്ഡേ ഓർക്കാറുണ്ട്. കാരണം ഏതെങ്കിലും ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ ബർത്ത്ഡേയുടെ കാര്യം ചോദിക്കുന്നതുകൊണ്ട് അത് മറക്കാതൊക്കെ ചിലർക്കറിയാം. ചില നമ്പേഴ്സ് മാറിയാലും ഏതാണ്ടൊക്കെ ഒപ്പിച്ച് റെഡിയാക്കി തരും. കല്യാണം ഈ പറഞ്ഞ പോലെ അത് ആ ജീവിതം പോലെ ഇരിക്കും, കല്യാണത്തിൻ്റെ ദിവസം ഓർക്കുന്ന കാര്യം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്, ഞാൻ ഏത് സമയത്ത് എൻ്റെ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചെന്ന്. അത് വളരെ ആൾക്കാർക്ക് ചുരുക്കമായിട്ടേ ഓർമ്മയുള്ളൂ, വളരെ റെയറാണ്. പിന്നെ ഒരു ഉദ്ദേശം വെച്ചൊക്കെ അന്ന് ആ വലിയ മഴയുള്ള സമയത്ത് ആ പാസ്റ്റർ വീട്ടിൽ വന്നപ്പം അങ്ങനെയൊക്കെ ഓർത്ത് ഇങ്ങനെ വരുമ്പോൾ അത് മിക്കവാറും ഈ സമയമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു കണക്ക് കൂട്ടലില്ല. പിന്നെ സ്നാനപ്പെട്ടതൊക്കെ. എന്നാൽ അത് ഓർമ്മിച്ചെടുക്കുവാൻ അറ്റ്ലീസ്റ്റ് അതൊന്ന് റിയലൈസ് ചെയ്യണം. എൻ്റെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ എനിക്കുണ്ടായ ഭാഗ്യത്തെക്കുറിച്ച്, ആ ഒരു സാഹചര്യത്തെക്കുറിച്ചോ, ആ ഒരു വിളിയെക്കുറിച്ചോ, ആ ഒരു ദർശനത്തെക്കുറിച്ച്. ദാറ്റ് ഇസ് എ പ്രഷ്യസ് ടൈം ആകട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇവിടെ ഈ 3 പേരുള്ള ഭവനത്തിൽ കർത്താവായ യേശു ക്രിസ്തു അവിടെ വരാറുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ മാർത്തയും മറിയയും ലാസർ, അങ്ങനെ 3 പേര്. ഇവർ 3 പേർക്ക്, ഈ 2 സഹോദരിമാർക്ക് പ്രത്യേകതയുള്ളതായിട്ട് നമുക്ക് അവിടെ കാണാം. ഒരാൾ കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുന്ന സ്വഭാവമുള്ളവളായിരുന്നു. ശ്രദ്ധിക്കണം, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന സ്വഭാവം. അങ്ങനെയല്ലേ അവിടെ പറഞ്ഞേക്കുന്നത്? അവൾ എവിടായിരുന്നേ? മറിയ എവിടായിരുന്നേ കർത്താവ് വന്ന സമയത്ത്? 11-ാം അധ്യായത്തിൽ
യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം ശ്രദ്ധിച്ചു. എന്നാൽ മാർത്തയോ അവിയലും തോരനും മീനും ഇങ്ങനെ എല്ലാം കൂടെയൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുക. കാരണം നല്ല സ്വഭാവമാണ് എനിക്കതും. അപ്പം ഞാൻ പലപ്പോഴും ആത്മീയമായി ചിന്തിക്കും. ഞാൻ ചോദിച്ചു, കർത്താവേ, അതിന് ആ മാർത്ത ചെയ്ത തെറ്റെന്താ? മാർത്ത സത്യം, ഒരാൾ ഭക്ഷണം തരാൻ വേണ്ടേ വീട്ടിൽ അല്ലേ? അപ്പോൾ അവളെ ഇങ്ങനെ ഇത്രമാത്രം അങ്ങോട്ട് കർത്താവ് പറയുന്നത്, അവിടെ പറയുന്നത് ആ വാക്കുകൾ കേട്ടാൽ അങ്ങനെ അങ്ങോട്ട്. ആക്ച്വലി ഞാനായിരുന്നെങ്കിൽ പറയണേയും സത്യത്തിൽ അവൾ ഒത്തിരി കഷ്ടപ്പെടുകയല്ലേ, ഒന്ന് പോയി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞേനെ, അല്ലേ എന്നെ ട്രീറ്റ് ചെയ്യാനല്ലേ, എനിക്ക് നല്ല ആഹാരം ഉണ്ടാക്കാനല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞേ. ഒരു പക്ഷേ ഞാൻ മാർത്തയെ അല്പം ഒന്ന് ഹൈലൈറ്റ് ചെയ്തേനെ. എന്നാൽ എൻ്റെ കർത്താവ് ഉദ്ദേശിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, ഡെഡിക്കേഷനാണ്. ഡെഡിക്കേഷൻ. നീ അറിഞ്ഞിട്ടില്ലാത്തത് അറിയുവാൻ ആഗ്രഹിക്കുന്ന സ്വഭാവം, നീ പ്രാപിച്ചിട്ടില്ലാത്ത ചിലത് പ്രാപിക്കാനുള്ള സ്വഭാവം. നിൻ്റെ കുക്കിംഗ് ഒക്കെ നല്ലതാണ്, ബട്ട് ദാറ്റ് യു ഡു എവ്രി ഡേ, യു നോ ഹൗ ടു ഡു ദാറ്റ്. പക്ഷേ ഇതിപ്പോൾ കേൾക്കാൻ പോകുന്നത് പുനരുത്ഥാനത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും കേട്ടിട്ടില്ലാത്ത ചിലത് കേൾക്കുവാൻ ഹൃദയം സമർപ്പിക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു ഈ മറിയ. അങ്ങനെയാണ് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ. അങ്ങനെ നല്ല കോണ്ടാക്റ്റ് ആയിരിക്കുന്ന, നല്ല കണക്ഷനുള്ള, സ്തോത്രം, ഒരു നല്ല റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഭവനത്തിന് 2-3 രീതിയിലാണ് കർത്താവിനെ അവർക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, സഹോദരൻ, സ്നേഹിതൻ, യേശു. ഇങ്ങനെ 3 രീതിയിൽ ദൈവത്തിന് സ്തോത്രം അവിടെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ഒന്ന്, വചനം കേൾക്കുവാൻ ഇഷ്ടമുള്ളവളായിരുന്നു മറിയ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിലും അതവിടെ പറയുന്നുണ്ട്. സ്തോത്രം. പിന്നെ മാർത്ത ആഹാര കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തി. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, മറിയ ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ കാൽക്കൽ വീഴുവാൻ താല്പര്യമുള്ളവളായിരുന്നു. നമ്മൾ ആദ്യം കേട്ടു, നമ്മൾ വായിച്ചു ലൂക്കിൽ, ഇവൾ കർത്താവിൻ്റെ കാൽക്കൽ വീണു. സ്തോത്രം. ഹല്ലേലൂയ. ജോൺ 11:32, 12:3, ലൂക്കിൻ്റെ 7:38, ഈ 3 ഭാഗങ്ങളിൽ ഈ മറിയയുടെ പ്രത്യേകതയെക്കുറിച്ച് കാണാം. അപ്പം നമുക്ക് മറിയയെക്കുറിച്ച് ഏതാണ്ട് ഒരു മനസ്സിലായല്ലോ. മറിയ കർത്താവിൻ്റെ പാദപീഠത്തിൽ കരയുവാനും, അല്ലെങ്കിൽ അവൻ്റെ പാദപീഠത്തിൽ ചുംബിക്കുവാനും സമർപ്പിക്കപ്പെട്ടവളും ഹൃദയമുള്ളവളും അവൾക്കുണ്ടായിരുന്ന സ്വത്തുകൾ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ, അവനെ പരിമള തൈലം കൊണ്ട് നിറയ്ക്കുവാൻ മനസ്സുള്ളവളും ആയിരുന്നു. ഇതാണ് ഇവിടെ പ്രത്യേകത. ഇങ്ങനെ ഇത്രയും ഒരു റിലേഷൻഷിപ്പിൽ പോകുന്ന സമയത്താണ് ആ ഭവനത്തിലൊരു മരണം നടന്നത്. സ്തോത്രം. അപ്പോൾ മരണം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ചെറിയ കോൺവെർസേഷൻ അവിടെ ഉണ്ടാകുന്നു. അപ്പം നമുക്കറിയാം, യേശു ക്രിസ്തു വന്നു. ഹി വാസ് ലേറ്റ്, ജീസസ് വാസ് ലേറ്റ് ടു കം. എന്നാൽ അതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ ഇങ്ങനെ ആ ഏരിയയിലോട്ട് കടക്കാതെ ഹി വാസ് സ്റ്റാൻഡിങ് ഔട്ട് സൈഡ്. സോ മാർത്തയ്ക്ക് വിവരം കിട്ടി യേശു ക്രിസ്തു വന്നിട്ടുണ്ടോയെന്ന കാര്യം. അപ്പോൾ അവർ തമ്മിലൊരു കോൺവെർസേഷനുണ്ട്. 20-ാം വാക്യം അല്ലേ, 11:20. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽക്കുവാൻ ചെന്നു, മറിയയോ വീട്ടിൽ ഇരുന്നു. അടുത്തത്, അവിടെ ഭയങ്കര, ഇപ്പം ഈ വാക്കും മറിയ പറഞ്ഞ ഒരു വാക്കും സെയിമാ. അതിൻ്റെ അർത്ഥം ഇവർ വീട്ടിൽ കൂടിയിരുന്നപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടാവും ഈ സെയിം വാക്ക്. നമ്മുടെ യേശു ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ, ഇവിടെ നമ്മുടെ സഹോദരൻ മരിച്ചു പോകത്തില്ല. അപ്പോൾ അതാണ് ഇവർ സഹോദരിമാർ രണ്ടും കൂടെ ഒരേ വാക്ക് പറയാൻ കാരണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നു, മാർത്ത പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. ദൈവമക്കളെ, നമ്മളും ചോദിക്കുന്ന പല ചോദ്യങ്ങളല്ലേ, ഇത് ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. If there is a presence of God, that never going to happen. എന്നോട് ദൈവത്തിൻ്റെ കരുണയുണ്ടായാൽ എനിക്ക് ഈ അസുഖം വരത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ കരുണയില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം വന്നത്. നമ്മൾ ഓരോന്നും കാറ്റഗറൈസ് ചെയ്യാറില്ലേ? ദൈവമക്കളെ, കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. God wants to testify your faith, how much you love Him,
എത്രമാത്രം നമ്മുടെ ക്രിസ്തുവിനെ നാം സ്നേഹിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ പലതും കർത്താവ് തരുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ സമയത്താണ് ചന്ദ്രക്ക് മേശക്ക് അബേന്ദ്രവും പറഞ്ഞ വാക്ക് വരേണ്ടത്, എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവനെ വിട്ടുമാറിയില്ല എന്ന്. ഈ തീയിൽ നിന്ന് ഹല്ലേലൂയ എന്നെ വിടുവിക്കുവാനും ഇല്ലെങ്കിലും I will stand for him. I never worship him. I will worship him only. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ രണ്ടർത്ഥമുണ്ട്. നമുക്കൊരു വിടുതലും സംഭവിക്കാം, വിടുതൽ സംഭവിക്കാതെയും ഇരിക്കാം. പക്ഷേ നാം കണ്ടെത്തിയ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകുന്നവരായി തീരരുത് നാം വിശ്വസിക്കുന്ന വിശ്വാസം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷം ഈ മാർത്ത കുറേ സുവിശേഷം ഇവിടെ പറയുന്നുണ്ട്. അവർ തമ്മിൽ ഭയങ്കര അങ്ങ് ഗോസ്പൽ ടീച്ചിങ് ആണ്, പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്. നമുക്ക് ആ വാക്യങ്ങളൊക്കെ കാണുമ്പോൾ, മേളത്തൊട്ട വാക്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം. അപ്പോൾ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അപ്പം നീ യേശുവാന്ന് എനിക്കറിയാം, കുറേ കോൺവെർസേഷൻ. ഇതിന് ശേഷം മാർത്ത പോയി മറിയോട് പറയുന്നു, യേശു നിന്നെ വിളിക്കുന്നു. സത്യത്തിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും യേശു വിളിച്ചായിട്ട് കാണുന്നുണ്ടോ? പറഞ്ഞാട്ടെ, ആ വാക്യം പറഞ്ഞാട്ടെ. യേശു മാർത്തയോട് പറഞ്ഞു, എവിടെയാ നിൻ്റെ സഹോദരി മാർത്ത, അവളെ വിളിച്ചോണ്ടോ, എന്നാലേ ഞാൻ അങ്ങോട്ട് വരത്തുള്ളൂ എന്ന് വല്ലതും പറഞ്ഞ ഒരു വാക്യം പറഞ്ഞോ? നോക്കിക്കേ, അവിടെ നോക്കി, ആരെങ്കിലും കണ്ടുപിടിച്ചെങ്കിൽ. ഞാൻ കണ്ടിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ എന്തിനാ മാർത്ത നീ ഇത് പറഞ്ഞേ? ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷെങ്കിൽ യേശു ചോദിച്ചിട്ടുണ്ടാവും, അത് വചനത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും, ദാറ്റ് മേ അണ്ടർസ്റ്റുഡ്. അത് വചനത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും അതൊരു അണ്ടർസ്റ്റുഡാണ്. നിൻ്റെ സഹോദരി എന്ത് ചെയ്യേ? കാരണം അവൾ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിൻ്റെ മുമ്പേ കാൽക്കൽ വീണവളാണ്. കാൽക്കൽ വീഴുന്നവളെ അന്വേഷിക്കുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. മനസ്സിലായോ? കർത്താവിൻ്റെ കാൽക്കൽ കണ്ണുനീരോടെ വീഴുന്ന നിന്നെ കണ്ടില്ലെങ്കിൽ വിഷമമാണ് ദൈവത്തിന്, കേട്ടോ. മനസ്സിലായോ പറഞ്ഞേ? സഭയിൽ ഒത്തിരി പേര് വരും, പക്ഷേ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന നീ വന്നില്ലെങ്കിൽ എൻ്റെ കർത്താവ് നിന്നെ വെയിറ്റ് ചെയ്യുന്ന ദിവസമാണ്, കേട്ടോ. ഇതൊരു വലിയ ആത്മീയ അർത്ഥമാണ്. ഇതൊരു വലിയ ആത്മീയ അർത്ഥമാണ്. ചോദിക്കത്തില്ല, ജോർജാൻ എവിടാ ഇന്നത്തെ ആരാധനയ്ക്ക്? Nobody will ask to you. But God, Jesus is still waiting. Because നീ പ്രാർത്ഥിക്കുന്നവനും നീ കൗണുവീണ് കരയുന്നവനുമായതുകൊണ്ട് നീ ദേശത്തിന് പ്രയോജനമാണ്, കുടുംബത്തിന് പ്രയോജനമാണ്, ദൈവസഭയ്ക്ക് പ്രയോജനമാണ്. അതുകൊണ്ട് നീ ദൈവസഭയിൽ വരാതിരിക്കരുത്. ദൈവസഭയിൽ നിൻ്റെ കണ്ണുനീരും കരച്ചിലും വിലയുള്ളതാ. ദൈവത്തിന് മഹത്വം, ദേശത്തിനത് വിലയുള്ളതാ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഉപയോഗിക്കുന്ന, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രയോജനപ്പെടുന്ന, കരയുന്ന, കവണു വീണുവാൻ ആഗ്രഹമുള്ള ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആലോചനയുള്ളത്, നീ ഒരിക്കലും ദൈവത്തിലെ ഹല്ലേലൂയ മാറി നിൽക്കരുത്. God need you. അപ്പോൾ ഈ ഒരു സൈലൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ഓർ മാർത്തയ്ക്ക് മനസ്സിലായി, ഇത് എന്നെയും കൊണ്ട് മാത്രം ഇത് ശരിയാവത്തില്ല, അവൾ വന്നാലേ ഇത് ശരിയാവത്തുള്ളൂ. അപ്പോൾ ഒരു പ്രത്യേകത മനസ്സിലാക്കണം, മറിയ വരുന്നുണ്ട്. മറിയ വന്നോടനെ എന്തു അവളെ പറഞ്ഞെന്നറിയാമോ? മറിയ വന്നു, അവൾ കേട്ട ഉടനെ എഴുന്നേറ്റു, അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ hallelujah, he didn't enter to the place. മനസ്സിലാക്കണം. ഇനി അടുത്തുകൂടെ വായിക്കേ പറയാം. അപ്പൊ കരയുന്ന നിന്നെ നാട്ടുകാരും അറിയും, വീട്ടുകാരും അറിയും, പാസ്റ്റർക്കും അറിയാം, ഭാര്യയ്ക്കും അറിയാം, ഭർത്താവിനും അറിയാം. ചുമ്മാ വഴക്കുണ്ടാക്കി കരയുന്നതല്ല, കേട്ടോ. ദൈവസന്നിധിയിൽ നിൻ്റെ ഒരു സ്വഭാവമാണ് പാദപീഠത്തിൽ വന്ന് കരയുന്ന സ്വഭാവം. പ്രൈസ് ഗാഡ്. അങ്ങനെ പെട്ടെന്ന് ഈ മാർത്ത വന്നപ്പോഴെന്താ വരാഞ്ഞേ? മനസ്സിലായോ പറഞ്ഞേ?
ഈ കരയാനിരിക്കുന്നവരും എല്ലാവരും എന്തുകൊണ്ടാ മാർത്ത എണ്ണിച്ചു വന്നപ്പം വരാഞ്ഞേ? കാരണം നിനക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം ഇല്ല. മനസ്സിലായോ പറഞ്ഞേ? ആ വാക്യം അങ്ങനല്ലേ? വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന ജൂയിഷ് പീപ്പിൾ മറിയ പെട്ടെന്ന് പോകുന്നത് കണ്ടോണ്ട് അവൾ കല്ലറയ്ക്കൽ കരയാൻ പോകുക എന്ന് വിചാരിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ വീണ്ടും വരിക. പക്ഷേ മാർത്തെ നീ എണ്ണിച്ചപ്പോ എന്താ ആരും വരാഞ്ഞേ? കാരണം നീ എണ്ണിച്ചാൽ എവിടെ വരെ പോകുമെന്ന് ഇരിക്കുന്നവർക്കറിയാം. Am I right? പിന്നെ നിൻ്റെ പുറകെ പ്രത്യേകിച്ച് ആശ്വസിപ്പിക്കാനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഹൃദയം തുറക്കുന്ന ഒരുവളുണ്ട്, അവൾ എണ്ണിച്ചാൽ വിവരം അറിയും. ഹൃദയം ദൈവസന്നിധിയിൽ ഓപ്പണാക്കുന്ന ഒരുവനുണ്ട്, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിന്നെ ദൈവജനം അറിയും, സഭ അറിയും, ദൂതന്മാരറിയും, പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് അറിയും. നീ ചില വിഷയത്തിന് വേണ്ടി മുട്ടുമടക്കാനിരുന്ന് കഴിഞ്ഞാൽ മറുപടി തരാതിരിക്കത്തില്ല, കർത്താവ് തരും. പ്രൈസ് ഗോഡ്. ചില ദൈവമക്കൾ മുട്ടുമടക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ, നിന്റെ കണ്ണുനീരുകൾ നീ ഒഴുക്കാൻ തയ്യാറായാൽ മറുപടി തരാതെ പോകുന്ന ദൈവമല്ല നമ്മൾ സേവിക്കുന്ന കർത്താവ്. ജീസസ് നെയിം. എന്നിട്ട് ഇവൾ ഓടി വന്നു. അടുത്തെന്താ ചെയ്യുന്നറിയാമോ? യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അവനെ കണ്ടിട്ട് കണ്ടോ, ഈ മാർത്ത വീണോ? മാർത്തയെ മിക്കവാറും വീഴ്ത്തിക്കണം. മറിയ ദൈവത്തിന്റെ യേശുവിന്റെ പാദപീഠത്തിൽ വീണു. പാദപീഠത്തിൽ വീഴുവാൻ കഴിവുള്ളവൻ മാത്രമേ ഉണ്ടെങ്കിലേ എൻട്രി ചെയ്യാനുള്ളവൻ എൻട്രി ചെയ്യത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഇപ്പൊ സഭകളിലൊന്നും വിടുതലില്ല, ദൈവ സാന്നിധ്യങ്ങളില്ല. ഇപ്പൊ തലമുറയെക്കുറിച്ച് എല്ലാവർക്കും ഇപ്പൊ പലരുടെയും ചിന്ത, വി ഷുഡ് ഹാവ് എ ഡിസ്കഷൻ, നമ്മുടെ തലമുറകളെ എങ്ങനെ നമുക്കൊന്ന് തിരിച്ചിങ്ങോട്ടൊന്ന് കൊണ്ടുവരാമെന്ന്. ദൈവവൈതലെ, ദൈവ സഹോദരിമാരെ ഞാൻ ചോദിക്കട്ടെ, ആത്മാവില്ലാത്ത ഒരു തിരിച്ചറിവ് എന്തൊരാത്മാവ്? അതെന്തൊരു തിരിച്ചുവരവാ? കരയാനും ഇടിവിൽ നിൽക്കുവാനും ചിലരുണ്ടെങ്കിൽ നിന്റെ ഭവനത്തിലെ പേരൻസിനെ കണ്ടു കഴിഞ്ഞാൽ മക്കൾ മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നവനാ. പ്രൈസ് ഗോഡ്. നിന്റെ സഭയിൽ കരയുവാൻ ചിലരുണ്ടെങ്കിൽ ഹല്ലേലൂയ. ഇപ്പോഴത്തെ തലമുറയുടെ പ്രശ്നം എന്തറിയാം? ചിന്തിക്കണം. ഇപ്പൊ കുഞ്ഞുങ്ങളെ പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. 10 കുഞ്ഞുങ്ങളുണ്ടെങ്കിലും 9 എണ്ണം ഉണ്ടെങ്കിലും എല്ലാത്തിനെയും അവിടെ സഭയെ കൊണ്ടുവരും. അന്ന് ഈ ഡേ കെയർ സിസ്റ്റം ഇല്ല. മനസ്സിലായോ? ഒത്തിരി പ്രശ്നമാണെന്നേ ഒരെണ്ണത്തിനെടുത്ത് വെളിയിൽ കൊണ്ടു, അത്രയേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ കരമേം കയറി വരും. എന്നാൽ കാലങ്ങൾ മാറി. ഇതിപ്പോൾ ഒരു കൊച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ആളിനെ കിണ്ടെ കാണുന്ന ആശീർവാദം കഴിഞ്ഞിട്ടാ. എന്താ? കുഞ്ഞിടയ്ക്ക് കരഞ്ഞു. എന്തിനാ വന്നേ? എന്തൊക്കെ കിട്ടി? സിയോൻ യാത്രക്കാരുടെ പറഞ്ഞേ. ദൈവസഭയിലെ സിയോൻ യാത്ര, കുഞ്ഞിനെ ഇരുത്ത് കരയിപ്പിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല, സമ്മതിക്കത്തുമില്ല ഞാൻ. അത് മറ്റുള്ളവർക്കും സഭയ്ക്കും ആ ശുശ്രൂഷയ്ക്കും അലക്ഷ്യമാണെങ്കിൽ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി അതിനെ ആശ്വസിപ്പിച്ചിട്ട് മടക്കി കൊണ്ടുവരണം. ഡോണ്ട് സ്റ്റേ ദെയർ. അതൊരു ആശ്വാസമാണെന്ന് പറഞ്ഞ് നിൽക്കരുത്. അതൊരു കിട്ടിയ അവസരമാണെന്ന് പറഞ്ഞ് അതുങ്ങളെ പന്തും കളിപ്പിച്ച് വെളി നിൽക്കാനുള്ളതല്ല. കാരണം നീ വന്നത് ദൈവത്തിൻ്റെ സമയത്ത് മുൻപാകെ നിന്നെ സമർപ്പിക്കാനും കരയാനും നിന്റെ കണ്ണുനീരൊഴുക്കാനും പാദപീഠം ചുംബിക്കാനും ആണെങ്കിൽ you don't wait outside for long period of time. എന്നിട്ട് പണ്ട് ഈ കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ കൂട്ടിയിരുത്തി ആ തമ്പാർ അടിക്കുന്നതും, അപ്പച്ചൻ അന്യഭാഷ പറയുന്നു, അവിടെ പ്രവചനം നടക്കുന്നു, ഇവിടെ ഭയങ്കരമായ ഒരു ആത്മീയ അന്തരീക്ഷം ഈ കുഞ്ഞിൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലെ കണ്ടുകൊണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പഴയ തലമുറയിലെ പലരും ഇന്നും ദൈവസ്ഥതയിലുള്ളത്. ഇത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്നാൽ കാലം മാറി, ടി വി ആയി, പല സപ്പോർട്ടുകളായി, സഭയ്ക്കകത്ത് വളരെ സിസ്റ്റമാറ്റിക്കായി. അപ്പോൾ ഒരു ഡേ കെയർ, കാരണം
ആരാധിക്കുന്ന രണ്ടെണ്ണത്തിനെ പിടിച്ച് അങ്ങോട്ടങ്ങ് വിടാമെങ്കിൽ അവർ ആയുസ്സിൽ ആരാധിക്കത്തില്ല. ഈ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കേണ്ട പണിയാണ്. 1-ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ കൊച്ചു പ്രായം മുതൽ ഒരു പ്രായം വരെ ഈ കുഞ്ഞുങ്ങളെ എല്ലാം കൂടി 5-6 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണം 20 എണ്ണം ഡിപ്പെൻഡ് ഓൺ ദ ചർച്ചിൻ്റെ ആ കപ്പാസിറ്റി അനുസരിച്ച്, ആ വളർച്ച, ആ മെമ്പേഴ്സിൻ്റെ അനുസരിച്ച് ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടി അവിടെ കിടന്ന് ഓരോ ഇതിട്ട് കൊടുക്കും. എന്തുവാ, കാർട്ടൂണും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും, കുറേ ടോയ്സും ഒക്കെ കാണും. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഈ കുഞ്ഞൊരിക്കലും ഇതെന്തുവാ ഇവൻ്റെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ പേരൻസ് അവിടെ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. ഇവൻ ഏതാണ്ട് തന്നെ ഡയപ്പറൊക്കെ മാറി പോട്ടി സമയമൊക്കെ കഴിഞ്ഞ് പന്നത്താനെ ശൂശി വെക്കാൻ പ്രായമാകുമ്പോഴാണ് ഇവൻ സഭയ്ക്കകത്ത് ഇരിക്കാൻ തുടങ്ങുന്നത്. അന്നേരം അവൻ നോക്കുമ്പോൾ ഇയാൾ കിടന്ന് എന്തൊക്കെ പറയുന്നു, അയാൾ കിടന്ന് കൊട്ടുന്നു. ഓ, ദിസ് ഈസ് ഫണി, ദിസ് ഈസ് സോ ഗുഡ് മാൻ. ദെൻ അവൻ്റെ ഉദ്ദേശം മുഴുവൻ ഇവിടെ കാരണം എന്നുള്ള. പിന്നെ അവൻ ചിന്തിക്കുന്നു, what is this? What is going on with these people? I don't like this. ബിക്കോസ് അവൻ്റെ 5, 6, 7 വർഷം വരെ അവൻ സൈലൻ്റായിരുന്നു അവിടെ ഇരുന്ന് അതിൻ്റെ അകത്തിരുന്ന് TV കണ്ട് ടോയ്സും കളിച്ച് വരുന്നവനാ. ഇവനെ ഇപ്പം ഇങ്ങോട്ട് ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് he don't want to sit with you. നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും, why you crying? What's the problem? He's a mad or what? പരിശുദ്ധാത്മാവിൽ what are you talking about? Why these people are too loud? മനസ്സിലായോ ഞാൻ പറഞ്ഞേ? They will start to ask why these people are too loud. What is going on? I don't like this Apachamaji's worship, Mallu's worship. Hey, I don't like it. Let us go to English worship. Let us Google it. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള എവിടാ? അല്ലേ പിന്നെ വേറൊരു സെക്ഷൻ ഉണ്ട്, ഭയങ്കര മ്യൂസിക്കുള്ള എവിടെയെങ്കിലും ഉണ്ടോ? പിന്നെ അവൻ മ്യൂസിക്കിൻ്റെ പുറകെയാണ്. ഞാൻ ഈ പറയുന്നു വരുന്നതിൻ്റെ കാരണം, തലമുറകൾ ഇന്ന് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം, ഹല്ലേലൂയ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ നീ അവനെ കൊണ്ട് ഡേ കെയറിൽ കൊണ്ടിരുത്തിയിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന്, നിങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ജനം ഇവിടെ ഇരുന്ന് ഇങ്ങനെ സുഖിക്കുക. കാരണം അവിടെ 2 പേരെ വിട്ടിട്ടുണ്ടല്ലോ. അവരോ ആത്മാഭിഷേകം പ്രാപിച്ചവരോ പ്രാപിക്കാത്തവരായിരിക്കാം. പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഷ്ടകാലം, പ്രാപിക്കാത്തവനുള്ളതാണെങ്കിൽ ഹല്ലേലൂയ കയറാണ്ടിരിക്കുന്ന കുരങ്ങിന് ഏണി വെച്ച് കൊടുത്ത പോലെ ഈസിയാണ്. എന്ന് പ്രാപിക്കാനാ? അവസാനം അതിനെയും കെട്ടിച്ചു വിട്ട് അതിനും 3-4 കൊഞ്ഞാകുമ്പോൾ ഇത് തന്നെയാണ് പരിപാടി, സർക്കിളാണ്. ഇത് എന്നാ ഒന്ന് അഭിഷേകം പ്രാപിക്കുന്നേ, എന്നാ ദർശനം പ്രാപിക്കുന്നേ, എന്നാ പാദപീഠത്തിലൊന്ന് കരയുന്നേ, എന്നാ ദൈവത്തിൻ്റെ പാദപീഠത്തിലൊന്ന് ചുമ്മിക്കാൻ സമയം കിട്ടുന്നത്? സമയമില്ല. കാരണം ഉണ്ടായപ്പോഴാണ് ഇതായിരുന്നു, ബിസിയായിരുന്നു സഭയിൽ. ചിന്തിച്ചു നോക്കിയാൽ മതി കേട്ടോ. സാവകാശം ചുമ്മാ സമയം കിട്ടുമ്പോഴേ ചുമ്മാ ഇത് ചിന്തിക്കണമെന്നേ, കുറേ കാര്യങ്ങളൊക്കെ പിടികിട്ട് തലയ്ക്കകത്ത് വരും. അപ്പോൾ നമുക്കറിയാം ഇത് എവിടെ ഈ ഫോൾട്ട് സംഭവിക്കുന്നതെന്ന്. നമ്മോട് സംസാരിക്കാത്ത ഒരു പരിശുദ്ധാത്മാവ് ഇന്നില്ല. നമ്മോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മെ സത്യത്തിലും ആത്മാവിലും വഴിയെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ഞാൻ ഈ ദൈവസഭയോട് പറയുന്നു, എന്നെ കേൾക്കുന്നതോട് പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇച്ചിരി ശല്യം ഉണ്ടാക്കിയാലും അവരെ ആരാധനയ്ക്ക് കൊണ്ടുവന്ന് ഇതൊക്കെ ഒന്ന് കാണിക്കണം. അവന് പിന്നെ ഇറിറ്റേഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇല്ലേ അവൻ ചോദിക്കുന്ന ഭാഷകൾ ഞാൻ ചോദിക്കാനൊക്കത്തില്ലല്ലോ. ഇപ്പോൾ കൊച്ചു പിള്ളേരായാലും നല്ല ഭാഷകളാണ് അവർക്ക്. ഇംഗ്ലീഷ് നല്ല വശമാണ്. നമ്മളൊക്കെ തരിച്ചു അത് കേട്ടൊന്ന്. പ്രൈസ് ഗോഡ്. ഒരെണ്ണം മാത്രം പറയാം, വാട്ട് ദ ഹെൽ ഗോയിങ് ഓൺ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അത് വെരി സിമ്പിളാണ്. അപ്പനോടും ചോദിക്കും, അമ്മയോടും ചോദിക്കും, വാട്ട് ദ ഹെൽ യു ടോക്കിംഗ് അബൌട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇതെവിടുന്ന് അവന് ഹെല്ല് വന്നേ? ബാലൻ നടത്തേണ്ടുന്ന വഴിയിൽ നീ അവനെ നടത്തിയില്ല, അവനെ നീ ട്രെയിൻ ചെയ്തില്ല. ദാറ്റ് ഈസ് യുവർ ഫോൾട്ട്. ദാറ്റ് ഈസ് വൈ ഹി ആസ്കിങ് യു വാട്ട് ദ ഹെൽ യു ആർ ടോക്കിംഗ് അബൌട്ട്. വാട്ട് ദ ഹെൽ പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. വൈ ദേ ആർ സോ ലൗഡ്. വൈ ദിസ് ഈസ്. പ്രൈസ് ഗോഡ്. പ്രിയരേ, റിമെമ്പർ, teach your children when they are able to understand. If they understand their own മൈൻഡിലാണെങ്കിൽ they will not learn nothing from you. Praise God. എന്നിട്ട് ഇപ്പോൾ കുറേ പ്രായമായി സമയമാൻ്റെ അകത്ത് പാടാണ്ടിരിക്കുന്നവർ പറയുക, നമ്മുടെ തലമുറ എങ്ങനെ നമുക്ക് മടക്കി കൊണ്ടുവരാം, നമുക്കെല്ലാം ഒന്ന് ആലോചിക്കണം. എന്തോ ആലോചിക്കാൻ? ഇത് പണ്ട് ആലോചിക്കണമായിരുന്നു. പ്രാർത്ഥിര്, കാല് കഴുകുക, എൻ്റെ കർത്താവിൻ്റെ കാതുപെടുത്തിയിരിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. നീ തലമുറയെ ആദ്യം ഗുണദോഷിക്കുക. തലമുറയെ ആദ്യം ഗുണദോഷിക്കണമെന്നേ. പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും മുമ്പേ ആദ്യം ഗുണദോഷിക്കണം. ഗുണദോഷിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഡു യുവർ ബെസ്റ്റ്
If not, give to God with the prayer and tears. God will take care. Hallelujah. ദൈവത്തിന് മഹത്വം. ചിലരുണ്ട് കോൺട്രാക്ട് ബേസിലാക്കും. എന്താ വിഷയം മാറിപ്പോകുന്നു കേട്ടോ. ഐ ഡോണ്ട് നോ വൈ. എൻ്റെ വിഷയം ഇതൊന്നും അല്ല. എൻ്റെ വിഷയം മുഴുവനും ഗുരു വന്നിട്ടുണ്ട്, അത് പറയാനാ. ഗുരു വന്നാലുള്ള പ്രത്യേകതയെക്കുറിച്ചൊക്കെ പറയാൻ ഇഷ്ടംപോലെ കിടക്കുക. എനിക്കറിയില്ല. ഐ ആം ഗോയിങ് ടു കൺക്ലൂഡ് ദിസ് വൺ. ഐ ഡോണ്ട് നോ, മേ ബി ഐ വിൽ കണ്ടിന്യൂ നെക്സ്റ്റ് ടൈം. ഇപ്പം എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഐ എം ടെല്ലിങ് യു നത്തിങ്. ഈ നോട്ടിൽ എൻ്റെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒന്നുമില്ല, അങ്ങനെ സാധനമേ ഇല്ല. ഐ ഡോണ്ട് നോ, ദ സ്പിരിറ്റ് ഈസ് ലീഡിങ് മീ ഇൻ ഡിഫറെൻറ്റ് വേ. ഇപ്പം കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നത് കോൺട്രാക്ട് ബേസിലാണ്. അത് അവിടെ ഉത്തരവാദിത്വമാണ്. ചിലർ പറയാതെ അവൻ്റെ ഉത്തരവാദിത്വമാണ്, പുള്ളിയുടെ ഉത്തരവാദിത്വമാണ്. കൊച്ചിൻ്റെ കാര്യം ഞാൻ കുക്കിങ്, അല്ലെങ്കിൽ ഞാൻ ക്ലീനിങ്, കൊച്ചിൻ്റെ കാര്യം അവരാ. മാതാപിതാക്കൾ ചേർന്ന് വളർത്തേണ്ടതാണ് തലമുറ. പ്രൈസ് ഗോഡ്. മാതാവും പിതാവും ചേർന്ന് വളർത്തേണ്ടതാണ് തലമുറ. ഇല്ലെങ്കിൽ വയസ്സായി കഴിഞ്ഞിട്ട് മോൻ പോയല്ലോ, ഇപ്പൊ യോഗത്തിനൊന്നും വരുന്നില്ല, നമുക്ക് എല്ലാവരോടും കൂടി ഒരു കൗൺസിലിങ്ങിന് വിടാം. എന്തോ നിന്നെ ആദ്യം കൗൺസിൽ വേണ്ടിയേ? Parents, you need a counseling. Because നിങ്ങളിൽ തന്നെ ഡിവിഷനായി. വൈപ്പ് ചെയ്യാൻ ഒരാള്, ഡൈപ്പർ കെട്ടാൻ വേറൊരാള്. നീ അത് ചെയ്യ, ഞാനിത് ചെയ്യാം. നീയും ഞാനും ആദ്യം നിർത്തണം. നമ്മളാ ഇത്. നിന്റെ കുഞ്ഞാ അല്ല, നമ്മുടെ കുഞ്ഞാ. പ്രൈസ് ഗോഡ്. നമ്മുടേതാ. നീ ചെയ്തില്ലെങ്കിൽ എനിക്ക് നഷ്ടമാണ്, ഞാൻ ചെയ്തില്ലെങ്കിൽ നിനക്ക് നഷ്ടമാണ്. ഈ ചിന്തയുണ്ടെങ്കിൽ കുടുംബജീവിതം ഇതുപോലെ സമാധാനം, തലമുറ ഇതുപോലെ നന്മയും ഐശ്വര്യവും തലമുറ ഉണ്ടാവില്ല കേട്ടോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ ചെയ്തില്ലെങ്കിൽ എനിക്ക് നഷ്ടം, ഞാൻ ചെയ്തില്ലെങ്കിൽ നിനക്ക് നഷ്ടം. ഈ ചിന്തയുണ്ടെങ്കിൽ കുടുംബം സൂപ്പർ. ഒരു മടങ്ങിവരവ് ആവശ്യമാണ് കുടുംബജീവിതത്തിൽ കേട്ടോ. പ്രൈസ് ഗോഡ്. ഇപ്പം ഈ മറിയുടെ കാര്യം എവിടെ കൊണ്ട് നിർത്തുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മടങ്ങി വരാം മറിയിലേക്ക്. കർത്താവ് പറഞ്ഞു, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞത് പെട്ടെന്ന് നിർത്താം കേട്ടോ. ഈ മറിയ വന്നു, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു, നിലവിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ? അപ്പൊ മാർത്ത ഈ സെയിം വാക്ക് പറഞ്ഞു, കർത്താവേ. അപ്പൊ വീട്ടിൽ സംസാരിച്ചത് വെളിയിൽ വരും കേട്ടോ. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ മരിക്കയില്ലായിരുന്നു. അപ്പൊ നമ്മൾ താപ്പോട്ട് നോക്കുമ്പോഴേ ഈ മാർത്തയോട് വാചകം അടിച്ചതിൻ്റെ അത്ര, ഈ മാർത്ത ഇത്രയും ഭയങ്കര ബട ഒക്കെ അടിച്ചു, ഭയങ്കര സംസാരിച്ചു. അത്രയൊന്നും ഇവളോട് സംസാരിച്ചായിട്ട് ഇവിടെ നമ്മൾ വായിക്കുമ്പം കാണുന്നില്ല. ഇവിടെ ആക്ഷൻ ക്യുക്കായിരുന്നു. ഇല്ലേ? വായിച്ചു നോക്കിയോ. വീട്ടിൽ പോയിട്ട് ഇപ്പം സമയമില്ലാത്തതുകൊണ്ടാ. വല്ലതും സംസാരിച്ചോ അവിടെ? എന്നാൽ മാർത്തയോട് ഭയങ്കര ടോക്കിംഗ് ആയിരുന്നു, ലോങ് ടോക്കിംഗ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഈ ലോങ് ടോക്കിങ്ങിൻ്റെ അകത്ത് കാര്യമില്ലേ? നീ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത് കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നീ കവണ് വീണുന്ന കാണാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിലേ ചില ഭർമ്മങ്ങൾ വെളിപ്പെടുത്തുള്ളൂ. അങ്ങനെയുണ്ടെങ്കിലേ ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുള്ളൂ. നിന്റെ അറിവും ജ്ഞാനവും കൊണ്ട് ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് അവിടെ നിൽക്കത്തേ ഉള്ളൂ. അതല്ല, നീ കവണ് വീണാനാ വരുന്നതെങ്കിൽ എൻ്റെ കർത്താവ് അകത്ത് വരും. അവിടെ ദൈവപ്രവൃത്തി നടക്കും. ഈ ദൈവസഭയോട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഓർപ്പിക്കട്ടെ, ഇവിടെ വരുന്ന ഒരൊറ്റ വ്യക്തികൾ പോലും ദൈവസന്നിധിയിൽ സന്തോഷിക്കാതെ പോകരുത്, കരയാതെ പോകരുത്, അവൻ്റെ പാദപീഠം ചുംബിക്കാതെ പോകരുത്. നീ വന്നതിൻ്റെ ഉദ്ദേശം വ്യക്തമായി മനസ്സിലാക്കാതെ പോകരുത്. ഇല്ലെങ്കിൽ വരരുത്. Otherwise, don't come. Don't come. I don't want you. God doesn't want you. Because of you. എൻ്റെ ദൈവത്തിനകത്ത് പോലും കടക്കാൻ വയ്യാതെ നിൽക്കുക. കാരണം കരയുന്നവനെ ദൈവം പ്രതിഷ്ഠിക്കുക. ഇങ്ങോട്ട് വരാൻ. ആരാധനയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവ സാന്നിധ്യം ഹല്ലേലൂയ തിരിച്ചറിയുന്നവൻ ദൈവസഭയ്ക്കകത്ത് വരുമ്പോൾ my God will enter in their midst. Praise you, Jesus. തീരുമാനം എടുക്കാമോ? ഇന്ന് തീരുമാനം എടുത്തേ പോകാവൂ കേട്ടോ. നാം ഒരു പ്രയോജനമില്ലാത്തവനായി പോവരുത്, വരരുത്.
നീ ദൈവസന്നിധിയിൽ വന്നാൽ എൻ്റെ ദൈവം നിന്നെ കണ്ടുകൊണ്ട് അകത്തു വരണം. പ്രൈസ് ഗാഡ്. മറിയയോട് ഒത്തിരി സംസാരിച്ചില്ല. ഇവള് കരയുന്നേ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. മാർത്തേ, നീയും ഇതുപോലൊന്ന് ചെയ്തായിരുന്നെങ്കിലുണ്ടല്ലോ, ഈ വിടുതലൊരു പക്ഷേ കുറച്ച് നിമിഷം കൂടെ നീടാതെ പെട്ടെന്ന് ചിലപ്പോൾ നടന്നേനേമായിരിക്കാം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? മാർത്ത വന്ന് വാചകം അടിച്ചതേ ഉള്ളൂ, കരഞ്ഞില്ല, പാതപീഠത്തിൽ കടന്നില്ല. കോൺവെർസേഷൻ ഒത്തിരി ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. എന്നാൽ കരയാൻ തയ്യാറുള്ളപ്പോൾ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ നടന്ന അവിടെ വിടുതല. പിന്നെന്തോ വിടുതൽ നടന്നറിയാമോ? പ്രൈസ് ഗാഡ്. അവൻ മനസ്സലിഞ്ഞു, അവനും കൂടെ കരഞ്ഞു. നിന്നോടൊപ്പം നമ്മോടൊപ്പം കരയുന്ന ഒരു ദൈവം ഇന്ന് ചരിത്രത്തിലുണ്ടെങ്കിൽ ഞാനും നീ സേവിക്കുന്ന എൻ്റെ യേശു മാത്രമേ ഉള്ളൂ. Praise you, Jesus. വേറെ ഏതെങ്കിലും ഒരു ദൈവത്തെ ഒന്ന് കാണിച്ചു തരാമോ? ചരിത്രങ്ങളിൽ ഒന്ന് കാണിച്ചു തന്നേ. ഏതെങ്കിലും ഫെയ്ത്തിലൊന്ന് കാണിച്ചു തന്നേ. കാതുണ്ടെങ്കിലും ചെവി കേൾക്കുന്ന ഒരുവൻ, മൂക്കുണ്ടെങ്കിലും മണത്തറിയുന്ന ഒരുവൻ, നീ ദൂരത്ത് നിൽക്കുമ്പോൾ തന്നെ നിന്റെ പ്രസൻസ് മനസ്സിലാക്കുന്ന ഒരുവൻ, നിന്റെ കണ്ണുനീര് കണ്ട് മനസ്സലിയുന്നവൻ, ഹല്ലേലൂയ, നിന്നോടൊപ്പം കരയുന്നവൻ, നിന്നോടൊപ്പം വരുന്നവൻ എൻ്റെ യേശു അല്ലാതെ ഇന്ന് ഭൂമിയിൽ ആരാ? Praise you, Jesus. ഹല്ലേലൂയ. അവസാനം ഓക്കെ, now let us go. പോകാം. എന്നിട്ട് ചോദിക്കുന്നു, അവനെ എവിടാ വെച്ചിരിക്കുന്നത്? കാരണം സ്ഥലം പറയാനൊന്നും ഇല്ലെന്നേ. വലിയ സെമിട്രി മാർബിളും ഒന്നും ഇട്ടിട്ടൊന്നും ഇല്ല. ജസ്റ്റ് കുറച്ച് ഇതൊക്കെ കൂട്ടിയിട്ടിട്ടുള്ളതേ ഉള്ളൂ, മണ്ണൊക്കെ. അപ്പം വഴി പറഞ്ഞു തരാനൊക്കെ ഇടത്തോട്ട് എടുത്തിട്ട് ലെഫ്റ്റിലോട്ട് എടുത്തിട്ട് പിന്നെ ഇടത്തോട്ട് എടുക്കാൻ പറയാനൊന്നും ഇല്ല. കാണിച്ചു തരാം. ഇന്നു പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ഡയറക്ഷൻ അല്ല പറയേണ്ടത്. നീ പറയണം, അപ്പാ ഒന്ന് കാണപ്പാ എന്നെ, അപ്പാ എന്നെ ഒന്ന് അറിയപ്പാ, എന്നെ ഒന്ന് കാണപ്പാ. ദൈവത്തിൻ്റെ മഹത്വം നിന്നോടൊപ്പം നടന്നു വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ ഞാൻ സേവിക്കുന്നത്, നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പറയുന്നു, വാ ഞാൻ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കുവാൻ, ഹല്ലേലൂയ, എവിടെ കെട്ടപ്പെട്ടിട്ടുണ്ടോ, എവിടെ കുഴിച്ചിടപ്പെട്ടോ, എവിടെ നഷ്ടമായോ, എവിടെ അസാധ്യമായോ ആ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കാൻ, ഹല്ലേലൂയ, മറിയേ നീ തയ്യാറായാൽ ഒരു അത്ഭുതത്തിനാണ് ദൈവം വരിക. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ മനസ്സോട് മടങ്ങി പോകാം കേട്ടോ. കാണിച്ചു കൊടുക്കണം. നിൻ്റെ ഹൃദയത്തെ ദൈവത്തിന് കാണിച്ചു കൊടുക്കണം. നിൻ്റെ സ്വഭാവത്തെ ദൈവത്തിന് കാണിച്ചു കൊടുക്കണം. നിൻ്റെ നാക്കിനെ ദൈവത്തിന് കാണിച്ചു കൊടുക്കണം. നിൻ്റെ ചെവി ആകരുതാത്ത ഡബിൾ മീനിങ്ങുകളൊന്നും മനസ്സിലാക്കാൻ നിൽക്കരുത്. അത് നീ കാണിച്ചു. അപ്പ ഇവിടാ പ്രശ്നം, അപ്പ ഇവിടാ പ്രശ്നം. മറ്റേ അങ്ങനല്ല പ്രോബ്ലം. എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, എടാ ഇതൊത്രയും കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ മാർത്ത ഇവിടെ സഹോദരനല്ലേ, ഇവള് ഒത്തിരി കറിയൊക്കെ വെച്ച് കൊടുത്തതല്ലേ? ലോജിക്കലി ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ മാർത്ത വന്നപ്പോഴേ ഒരാൾ വന്നാൽ പോരെ വീട്ടിൽ നിന്ന്? പോരാന്നേ, വീട്ടിലെ കരയുന്നവൾ വരണമെന്നേ. വീട്ടിൽ ദൈവസന്നിധിയിൽ കരയുന്നവൾ വരണം. ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ തയ്യാറുള്ളവൾ വരണം. ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ. പ്രൈസ് യു ജീസസ്. അങ്ങനെ അവിടെ ചെന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു വിളി വിളിച്ചു. ഞാൻ പെട്ടെന്ന് അങ്ങ് ഷോർട്ടായിട്ട് പോവാം. ലാസറേ. ഇതിനു മുമ്പ് പലരും പല അഭിപ്രായം പറഞ്ഞു. ഇത് ശരിയാവത്തില്ല, കുറച്ച് ദിവസമായി, പിന്നെ നാറ്റമൊക്കെ പുറത്തു വരുന്നുണ്ട്, ശരിയാവത്തില്ല. പ്രിയരെ, പലരും പലതും പറയും. ഡിസ്കറേജ് ചെയ്യുവാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരുപക്ഷെ നിന്റെ സ്വന്തം ഭാര്യയായിരിക്കും,
സ്വന്തം ഭർത്താവായിരിക്കും, സ്വന്തം പാസ്റ്ററായിരിക്കും, സ്വന്തം മക്കളായിരിക്കും, പേരൻസ് ആയിരിക്കും. ഡിസ്കറേജ്മെൻറ്റ് ആരിൽ കൂടെയും വരാം കേട്ടോ. Discouragement can come through anybody, mostly to whom you trust more. Mostly to whom you trust more, expect more discouragement. Praise God. എന്നാൽ നീ കരയുന്നവളാണെങ്കിലുണ്ടല്ലോ, ബി സൈലൻറ്റ്. ചെയ്യാനുള്ളവൻ ചെയ്യട്ടെ, എനിക്കൊരു വിശ്വാസമുണ്ട് അവൻ ചെയ്യുമെന്ന്. കൂടെ പാടാൻ നിൽക്കേണ്ട കേട്ടോ, കൂടെ സംസാരിക്കാൻ നിൽക്കേണ്ട കേട്ടോ, ആരും നിൽക്കരുതേ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. അടുത്തത് ആരോട് വായിക്കും എന്താണെന്നറിയാമോ? എന്നിട്ട് പറഞ്ഞു 43 41 മുതൽ 41 മുതൽ പറഞ്ഞേ. അപ്പൊ അവർ കല്ല് നീക്കി. ആര് കല്ല് നീക്കി? ഈ യേശു നീ കല്ല് നീക്കിക്കൂടാ? യേശുവിനൊന്ന് പറഞ്ഞാൽ പോലെ, കല്ലേ ഇങ്ങോട്ട് മാറ്. ചില കണ്ടിട്ടില്ല, ഇങ്ങനെ കണ്ടോ വരുന്നേ കണ്ടോ, നീ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ? പറഞ്ഞ പോലെ യേശുവിനും കല്ല് ഇങ്ങനെ മാറട്ടെ എന്ന് പറഞ്ഞാൽ പോരായോ? യേശുവിന് കഴിവില്ലാഞ്ഞിട്ടാണോ? യേശുവിന് കഴിവുണ്ട്. വെച്ചവൻ എടുക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. വെച്ചവൻ തന്നെ അത് ഉരുട്ടി മാറ്റണം. നീ ഉരുട്ടി മാറ്റാൻ നീ തന്നെത്താനെ പണിയാമെങ്കിലുണ്ടല്ലോ, നീ കണ്ടിട്ടില്ലാത്തത് ചിലത് അകത്തുനിന്ന് വരും. ദൈവത്തിന് മഹത്വം. ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്ന മെസ്സേജ് അല്ലേ? വെച്ചവനെടുത്ത് മാറ്റണം, നമ്മളെല്ലാവരും പറയുമ്പോൾ അതല്ലേ. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒന്ന് ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ പലതിനെയും മൂടി അങ്ങ് വെച്ചിരിക്കുകയല്ലേ. കർത്താവ് പറയുന്നു, ആദ്യം ആ വെച്ചതങ്ങ് മാറ്റ, എന്നിട്ട് ലെറ്റ് ഇറ്റ് ബി ഓപ്പൺ. മനസ്സ് തുറക്ക. ഈ മനസ്സിൽ കൊണ്ട നടക്കാതെ മനസ്സങ്ങ് തുറക്കാനേ. ഫോൺ വിളിച്ച് പറയാനല്ല പറഞ്ഞേ കേട്ടോ, ക്രിസ്തുവുമായിട്ട് തുറക്കണം. കവണ് വീണ് തുറക്കണം, കണ്ണുനീരോടെ തുറക്കണം, പ്രാർത്ഥിച്ച് തുറക്കണം. നിനക്ക് പ്രഷ്യസ് എന്നുള്ളതൊക്കെ തുറന്നു കർത്താവിന് കൊടുക്കുക. എൻ്റെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വയ്ക്കുമ്പോൾ കർത്താവ് അന്നേരം ഒരു വാക്ക് പറയും. എന്തോ പറഞ്ഞറിയാമോ? പിതാവേ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ അപേക്ഷ കേട്ടതിനാൽ. അങ്ങനെ അപേക്ഷിച്ചോ? കേട്ടോ? തെളിവുണ്ടോ? ഇപ്പം ലാസർ എവിടാ? കല്ലറയ്ക്കകത്ത. യേശു എന്തോ പറയുന്നേ? കർത്താവേ, ഇവൻ സൗഖ്യമായതിനാൽ സ്തോത്രം. സൗഖ്യമായോ? ഇല്ല. കൽപ്പിച്ചോ? ഇല്ല. അതാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ചിലതിനെ നോക്കി നീ വിളിച്ചു പറയണം, ഹേയ് കാറ്റേ ശാന്തമാക, കടലേ അടങ്ങ്. ചിലതിനെ നോക്കി വിളിച്ചു പറയാൻ തയ്യാറായിരിക്കണമെന്ന്. ഏതാണ്ട് പകുതി വരുമ്പോഴല്ല പറയണ്ടേ, ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ, ഒരു ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. അല്ലെന്നേ, കാണാത്തിടത്ത് നീ കൽപ്പിക്കാൻ തയ്യാറാകണം. നീ കാണാത്തിടത്ത് കൽപ്പിക്കാൻ തയ്യാറാണ്. അപ്പോൾ എൻ്റെ പ്രാർത്ഥന, എൻ്റെ യാതന അങ്ങ് കേട്ട് മറുപടി തരുന്നതിനാൽ സ്തോത്രം. ഒരു കൺഫർമേഷൻ ഉണ്ടാകണം. നീ ഒരു ദൈവവേദനാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയിലും യാതനയിലും വിശ്വാസത്തിലും യു നീഡ് എ കൺഫർമേഷൻ. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നമ്മളാണെങ്കിലോ കിട്ടിക്കഴിഞ്ഞിട്ടേ വാഴ്ത്തത്തുള്ളൂ, കിട്ടിയില്ലേ വാഴ്ത്തത്തില്ലെന്നേ. പ്രൈസ് ഗോഡ്. പലരും വാഴ്ത്തും. ഇന്നലെ കേട്ട ടിൻറ്റുമോൻ വാഴ്ത്തിയതുപോലെ വാഴ്ത്തി നുറുക്കി കൊടുത്തു അല്ലേ, കഷ്ണം കഷ്ണമായിട്ട്. പ്രൈസ് ഗോഡ്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഓൾവേസ് ഐ ഫീൽ ഫ്രഷ്നെസ്. പ്രൈസ് ഗോഡ്. പ്രിയരെ, പറ, ചിലതിനെ നോക്കി പറ, യേശുവിൻ്റെ നാമത്തിൽ അത് മാറുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലേക്ക് സൗഖ്യം വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൻ്റെ ബന്ധനം കഴിയുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് നന്മ തുറക്കുന്നതിനാൽ സ്തോത്രം. നീ പറ, അപ്പാ എനിക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കുവാൻ പോകുന്നതിനാൽ സ്തോത്രം. പ്രവർത്തിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. വിശ്വാസമാകട്ടോ. ഡിക്ലറേഷന് മെയിൻ കാര്യം വിശ്വാസമാണ്. പ്രൈസ് ഗോഡ്. കർത്താവിന് മഹത്വം. അടുത്തത് എന്തോ പറഞ്ഞറിയാമോ? ആ ഒരു കൺഫർമേഷൻ. അടുത്തത്, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കണം. എങ്കിലും നീ എന്നെ അയച്ചുവെന്നും. ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. 44-ാം വാക്യം അവിടെ പറയുന്നത്, ഒരു വിളി വിളിച്ചു, ലാസറേ പുറത്തു വാ.
ചിലതൊക്കെ കൽപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഡിക്ലറേഷൻ വേണം കേട്ടോ. അങ്ങനെ പുറത്തു വന്നപ്പോൾ എന്തോ പറഞ്ഞെന്നറിയാമോ? അവൻ്റെ കാലും കൈയും വെരി മിനിറ്റ് 3 കെട്ട് അവിടെ നടക്കുന്നുണ്ട്. എന്തുവാ 3 കെട്ട്? കാലും കൈയും കെട്ടി, പിന്നെ മുഖം അങ്ങ് മറച്ചു വച്ചിരിക്കുക. പണ്ട് ജൂലിയ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഓർക്കും എപ്പോഴും, എന്നോട് ജൂലിയ ചോദിച്ചു, ഡാഡിക്ക് അറിയാമോ ഈ മരിച്ചു കഴിഞ്ഞാൽ ഈ മൂക്കിൽ പഞ്ഞി വെക്കുന്ന എന്തിനാ, അതുപോലെ കാല് കെട്ടുന്ന എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഡെഡ് ബോഡിയാ. അല്ല ഡാഡി, ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്തുവാ? മരിച്ചവൻ ഒരിക്കലും തിരിച്ച് ശ്വാസം എടുക്കരുത്, അതിന് മൂക്കി കെട്ടിച്ചിരിക്കാന്ന് പറഞ്ഞു. 2 കാൽ രണ്ടും കൂട്ടുന്നത് അവൻ എണ്ണിച്ചെങ്ങും പോവരുത്. ജൂലിയ പറഞ്ഞത് എന്നോട്. ഞാൻ ചിന്തിച്ചപ്പം അത് ഇറ്റ്സ് എ സോ ഫണി ആൻസർ. കാൽ 2 കെട്ടിയേക്കുന്നത് എണ്ണിച്ച് പോകരുത്, പിന്നെ ചത്തോളം തിരിച്ച് വായു എടുക്കാതിരിക്കാനെ കൊണ്ട് മൂക്കി കയറ്റി വെച്ചിരിക്കുക, നീ ഒരിക്കലും ഇനി തിരിച്ചു വരരുതെന്ന്, പൊക്കോണമെന്ന്. ഇതുപോലെ ഇവിടെ 3 സംഭവം. ഒന്ന് കാല് കെട്ടി, കൈ കെട്ടി, ഇവിടെ മൂക്ക് റെഡിയാക്കി വെച്ചിരിക്കുക. ഇതിൻ്റെ ഒരു ആത്മീയർത്ഥം നമുക്ക് നോക്കാം. കർത്താവ് എന്തോ പറഞ്ഞറിയാമോ? ഇത് അഴിക്കാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവന്റെ കെട്ടഴിപ്പീൻ, ഇവനെ സ്വതന്ത്രമാക്കുവീൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്നുവരെ കാണാത്തത് കാണാൻ കഴിയുന്ന ഒരു ദിവസമായി ഇന്ന് മുതൽ. നിന്റെ മുഖം മുഴുവനും കെട്ടിവെച്ചിരിക്കുക, പലതും ദൈവപ്രവൃത്തി കാണാതെ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ലെറ്റ് ഇറ്റ് ബി റിമൂവ് ദാറ്റ് ആൻഡ് യു ആർ ഗോയിങ് ടു സീ ദ തിങ്സ്. നീ കാണത്തില്ലെന്ന് വിചാരിച്ചത് കാണാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ കേട്ടുകൾ അഴിയുവാൻ തക്കവണ്ണം ദൈവസ്ഥനിൽ ഏൽപ്പിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് 44-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ. താഴോട്ട് വരുമ്പോൾ ആദ്യം അതൊക്കെ പോട്ടെ, അതെല്ലാം കണ്ടു. കൈയെക്കുറിച്ച് നമുക്ക് നോക്കാം, കെട്ടിയതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇന്നിപ്പോൾ കെട്ടഴിച്ചിട്ട് നിർത്താം നമുക്ക്. ഈ കെട്ടഴിച്ച ഉടനെ നമ്മൾ നിർത്തുകയാണ്. അതിനുശേഷം നമ്മൾ കെട്ടഴിഞ്ഞോടെ മടങ്ങി പോകുന്നത്. ഇനിയും വരുമ്പോൾ നമ്മൾ കെട്ടില്ലാത്തവരായിട്ട് വേണം വരാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാല് എന്താ കെട്ടാൻ കാരണം എന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. വേണ്ട, കയ്യെ തന്നെ തുടങ്ങാം. നിൻ്റെ വിശുദ്ധ കരം ദൈവസന്നിധിയിൽ ഉപയോഗിക്കാതിരിപ്പാൻ കെട്ടിവെച്ചിരിക്കുന്നത് ആരാധനയിൽ അടിയണം. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 1 തീമോഥെയോസ് 2-ാം അധ്യായം 8-ാം വാക്യം. വേറൊരാൾക്ക് സങ്കീർത്തനം 47:1. പുരുഷന്മാരെല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാതെ വഴക്കുണ്ടാക്കാതെ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വേണം വരാൻ. ഇത് പൊക്കാതെ കെട്ടിവെച്ചിരിക്കുന്ന കരങ്ങള് ഈ ആരാധന ഇന്ന് അഴിഞ്ഞു മാറണം. പ്രൈസ് ഗോഡ്. കൈയില്ലേ, അത് വാടകയ്ക്കാന്നേലും എടുത്തുകൊണ്ട് വരണമെന്നേ. എൻ്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണമെന്നേ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നേ. എപ്പോഴെങ്കിലുമൊക്കെ ഏതൊക്കെ പാട്ടിൻ്റെ വരികളാ ദൈവത്തിൻ്റെ ആത്മാവാ നമ്മുടെ മനസ്സിലോട്ട് കയറുന്നത് വെച്ചാൽ അന്നേരം ശരീരം വിട്ടുകൊടുക്കണമെന്നൊന്ന് ചലിക്കട്ടെന്നേ. പ്രൈസ് ഗോഡ്. എന്നാൽ പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല. ക്രോക്കഡോയിൽ വെള്ളത്തിൽ നിന്ന് മേളിൽ കയറി കിടക്കുന്ന പോലെ ആ പലരുടെയും ഇരിപ്പും നിപ്പും കണ്ടു കഴിഞ്ഞാൽ അനങ്ങത്തില്ല, ഇങ്ങനെ എന്തെങ്കിലും വരുമോ നോക്കിയിരിക്കുന്ന പോലെ. മാറ്റണം കേട്ടോ. ദൈവത്തിന് മഹത്വം. ക്രോക്കഡോയിൽ അറിയാമല്ലോ, വായും തുറന്ന് ഇങ്ങനെ കിടക്കും, നമ്മളേക്ക് ചത്ത് കിടക്കാതിരിക്കുന്നത്. അതേപോലെ എല്ലാം ഇങ്ങോട്ട് വരട്ടെന്നാ, ഒബ്സർവേഷനാ. ഈ നാക്കിൽ എന്തെല്ലാം വന്ന് പറ്റുന്നുണ്ട്, ഈച്ചയും അതും ഇതും ഒക്കെ പോയിട്ട് അവസാനം ഒരു ബലി വലിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം തുറന്നു വച്ചിരിക്കുന്നത് നന്മയ്ക്കാന്ന് കരുതരുത്, നിന്നെ ആശ്വസിപ്പിക്കാനാണ് കരുതരുത്, നിന്നെ വലിച്ചകത്ത് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അത് തിരിച്ചറിയണമെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകം വേണം കേട്ടോ. നന്മ വാഗ്ദത്തമൊക്കെ ചെയ്യും, വാഗ്ദാനങ്ങൾ ചെയ്യും, പലതും തരും. പക്ഷേ ഒരു കാര്യം, നിന്നോടുള്ള വഴി ദൈവസന്നിധിയിൽ വ്യക്തമായി നീ ചോദിച്ചു മനസ്സിലാക്കണം. ഇതെന്നെ അകത്തോട്ട് വലിച്ച് ഒരു വശം ഒരിക്കലും പുറവശം കാണിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വലിവായതെന്ന് മനസ്സിലാക്കണം കേട്ടോ. പ്രൈസ് യു ജീസസ്. അടുത്തത്
വിശുദ്ധ കരങ്ങളെ കേട്ടു, വിശുദ്ധ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആരാധനയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, വിശുദ്ധ കരങ്ങളെ ഉയർത്തുവാൻ കർത്താവ് നമ്മെ ഇതൊരു വിശുദ്ധിയുടെ കരമാക്കി തീർക്കട്ടെ. ഈ കെട്ടിവെച്ച അനുഭവം മാറട്ടെ. 47-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം എന്താ പറഞ്ഞറിയാമോ? സകല ജാതികളുമായുള്ളവരെ കൈകൊണ്ട് നിങ്ങളും, നോ പ്രോബ്ലം, നോ മാറ്റർ ഫ്രം വിച്ച് ഫാമിലി യു ആർ കമ്മിങ്, വിച്ച് ഈസ് യുവർ ബാക്ക്ഗ്രൗണ്ട്, വിച്ച് ഈസ് യുവർ ഫെയ്ത്ത്, വിച്ച് ഈസ് യുവർ കാസ്റ്റ്, വിച്ച് ഈസ് യുവർ ലാംഗ്വേജ്. ദ ഗാഡ് ഈസ് സെയിങ്, എവറി നേഷൻ ഹു ഫൈൻഡ് ജീസസ്, clap your hand and praise God. ഇന്നത്തെ സഭയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആരാധനയ്ക്ക് പോയാൽ ഈ തോണ്ടാനല്ലാതെ ഈ കൈ ഒന്നിനുമില്ല. ദൈവത്തിന് മഹത്വം. ചൂടെ പറയാനുണ്ട്, ഇപ്പോൾ പറയുന്നില്ല. പറയാനുണ്ട്, പോട്ടെ, ഞാനിപ്പോൾ പറയത്തില്ലത്. പ്രൈസ് ഗാഡ്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയ ദൈവമക്കളെ. ഈ ദൈവത്തെ ആരാധിക്കാൻ വന്നാൽ ഒന്ന് വരേണ്ടത് എങ്ങനെയാ? അവൻ്റെ കരയുവാനുള്ള ഹൃദയത്തോട് വരണം. അവൻ്റെ പാദപീഠത്തിൽ നീ മുട്ടുമടക്കാൻ. അത് കസേരയല്ലേ പാസ്റ്ററെ? വേണ്ട, നിൻ്റെ മനസ്സങ്ങ് മടങ്ങിയാൽ മതിയെന്നേ. മനസ്സ് മടങ്ങിയാൽ നീയും താഴെ മടങ്ങിപ്പോകും. അങ്ങനെ വന്നാൽ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അതിവിടെ വരും. അത് വരുമ്പോഴാണ് ഈ കൈയൊക്കെ അഴിയണം. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ, പ്രൈസ് ഗാഡ്. കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ എടുത്തോണ്ടും കൈയടിക്കാം കേട്ടോ. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട്. പിന്നെ എല്ലാവരും അടിക്കുന്ന പോലൊന്നും അടിക്കാനൊക്കത്തില്ല കേട്ടോ, പക്ഷേ ഇങ്ങനെയെങ്കിലും അടിക്കാം. കാരണം നിൻ്റെ ആ അടി കാണുന്നൊരു ദൈവമുണ്ട്. കുഞ്ഞു പിടിരിക്കും, പക്ഷേ ഇങ്ങനെ അടിക്കാം കേട്ടോ. ഇനി അതും അടിക്കാൻ വയ്യോ, നിനക്ക് കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ഗാഡ്. അതുമല്ലയോ, നിനക്ക് ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഏത് രീതിയിലാ വയ്യാത്തേ? Don't give any excuse to the Lord. ഒരൊറ്റ ഉപാധിയും ദൈവസന്നിധിയിൽ പറയരുത്. കാരണം നമ്മെ സൃഷ്ടിച്ചവനും നമ്മുടെ ആയുസ് അറിയാവുന്നവനും നമ്മുടെ മൂക്കിൽ ശ്വാസം തന്നവനും നമ്മൾ വാദിക്കാൻ നിൽക്കുന്നതല്ലേ? Don't do it. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 6, ബുക്ക് ഓഫ് ആക്ട് 19 വേഴ്സ് 6. അവിടെ പറയുന്നു, അപ്പൊ കൈവെക്കുമ്പോൾ വ്യാപരിക്കേണ്ട ഒരു ദൈവശക്തി ഉണ്ട്. അതിനെ തടഞ്ഞു വെക്കുന്നതിനെ ഇന്ന് പകൽക്കാലം അഴിച്ചിട്ട് വേണം കടന്നു പോകാൻ. നിന്റെ തലമുറയുടെ മേൽ, നിനക്ക് ദൈവം തന്നതിൻ്റെ മേൽ നീ കരം വയ്ക്കുവാൻ തക്കവണ്ണം തടസ്സപ്പെട്ടിരിക്കുന്നത് ഇന്ന് അഴിയണം. We are anointed people. We are anointed. നാം ഡിപ്രഷനിൽ പോകാനുള്ളവരല്ല കേട്ടോ. വി ആർ അനോയിൻറ്റഡ്. അതിന് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണ്ടേ? പ്രൈസ് ഗാഡ്. അങ്ങനെ ഹല്ലേലൂയ, കൈകൾ ദൈവസന്നിധിയിൽ അഴിയപ്പെടണം കേട്ടോ. അടുത്തത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 12-13. ഹെബ്രു ചാപ്റ്റർ 12 വേഴ്സ് 12 and 13. തളർന്ന കയ്യാ വാസ, ഇപ്പോൾ പഴയ പോലെ ഒന്നും അടിക്കാൻ വയ്യ, ഇതിപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. മതിയെന്ന്, ഇങ്ങനെങ്കിലും അന്ന് അടിയെന്നേ, നീ സൗഖ്യമാകുന്നേ. സൗഖ്യമാകും, ഞാൻ വിശ്വസിക്കുന്നവനാ. ഞാൻ കണ്ടവനാ, അനുഭവിച്ചവനാ, ഇപ്പോഴും അനുഭവിക്കുന്നവനാ. ഹല്ലേലൂയ. നിനക്ക് അടിക്കാവുന്ന സ്റ്റൈലങ്ങ് അടി. കൈ വയ്യാത്തവനുണ്ടല്ലോ ഇങ്ങനെ അടിക്കുന്നവൻ, അവനും അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ അടി വരുന്നതെന്നേ. നീയും അടി, അടിക്കാമെന്ന പോലെ അടി. പക്ഷെ മനസ്സുകൊണ്ട് ഇതിനെ കുഴയ്ക്കരുത്. അടുത്തത് എന്തോ വായിക്കുന്നേ? പ്രൈസ് ഗാഡ്. ഇത് സംഭവിക്കാതിരിക്കാൻ കാല് കെട്ടി വെച്ചിരിക്കുക. കാലയിലുള്ള കെട്ട് അഴിച്ചിട്ട് ആരാധനയ്ക്ക് വരാവൂ. തിരിച്ചു പോകുമ്പോഴും ഇങ്ങനെ പോകരുത് കേട്ടോ. ഉളുക്ക് മാറിപ്പോണം. കെട്ടഴിച്ചു വേണം പോകാൻ. ദൈവത്തിന് മഹത്വം. ചില വാക്യങ്ങൾ വായിക്കണമെന്നൊന്നും സമയമില്ല, അവിടെ ഞാൻ കട്ട് ചെയ്യുക. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അടുത്തത് ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ ദൈവാലയത്തിൽ വരാതെ കെട്ടിവെക്കുന്ന ഒരു സംഭവമുണ്ട്. 3-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെ ഓടിച്ചൊന്ന് വായിച്ചേ.
ആ ആ ആ കണ്ടോ? കാലും കൈയും കെട്ടഴിഞ്ഞവൻ, ജന്മനാൽ കെട്ടിയത്, മറ്റൊരുത്തൻ കെട്ടിയിട്ട് പോയുന്നത്. ഹല്ലേലൂയ. നമ്മൾ കെട്ടിവെച്ചത് അഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ട പണി ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, അവൻ തുള്ളിയും കുതിച്ചും ദൈവത്തെ ആരാധിക്കും. അപ്പൊ എന്താ ഇന്നും പലരും ദൈവസന്നിധിയിൽ തുള്ളുകയും കുതിക്കുകയും ചെയ്യാതറിയാമോ? കെട്ടിവെച്ചിരിക്കുക. കാല് കെട്ടി, കൈ കെട്ടി, മുഖം കെട്ടി, വാ കെട്ടി, മുഴുവൻ കെട്ടോട് കെട്ട. അതിന് പ്രവാചകന്മാരെ വിളിച്ചു ചോദിക്കും, ഇനി എന്തുവാ നാളെ? പ്രൈസ് ഗാഡ്. നോ, നമ്മുടെ കെട്ടുകൾ അഴിഞ്ഞാൽ വിടുതൽ നടക്കും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെയും വിട്ടിട്ട് ഇവിടെ പറഞ്ഞു, അവൻ ദൈവാലയത്തിലേക്ക് പോയി. കെട്ടഴിഞ്ഞാൽ ദൈവാലയത്തിൽ വന്നിരിക്കണം കേട്ടോ. കെട്ടുള്ളവൻ വീട്ടിലിരിക്കണം. അതല്ല, ദൈവാലയത്തിൽ നിന്ന് അഴിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, കെട്ടഴിഞ്ഞെന്ന് തോന്നുവാണെങ്കിൽ ദൈവാലയത്തിൽ സ്ഥിരം നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. മുഖം, ഹല്ലേലൂയ, മലാക്കി, ഹല്ലേലൂയ, ബുക്ക് ഓഫ് മാലഖായി chapter 3 words 16 and 18. ഒരാൾക്ക് സങ്കീർത്തനം 19:14 എടുത്ത് വായിക്കാം. അപ്പൊ ഈ മുഖം പലതും മൂടി വെച്ചിരിക്കുന്നത് യഹോഭക്തന്മാർ സംസാരിക്കണം. സ്വർഗത്തിലെ ദൈവം ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. പ്രൈസ് ഗാഡ്. ആ ഭാഗം ഞാൻ വിടുക. സങ്കീർത്തനം 19:14 19 verse 14. എൻ്റെ വായിലെ വാക്ക്, എൻ്റെ ഹൃദയത്തിലെ ചിന്ത. അപ്പൊ ഈ വായിൽ കൂടെ വരുന്ന ചില ലീക്കായ സാധനമുണ്ട്. അതിനൊക്കെ ഫിൽറ്റർ ഫിറ്റ് ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. ദൈവനാമത്തിനെതിരെ പറയുന്നത്, ദൈവശക്തിക്കെതിരെ പറയുന്നത് നിർത്തണം യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സങ്കീർത്തനം 34:1 34:34:1. ഞാൻ യഹോവേ. ഇതാ ഈ വാ കൊണ്ട് പൂട്ടി വെച്ചാലുള്ള ദോഷം. വാ കെട്ടി വെച്ചിരുന്നാൽ എൻ്റെ ദോഷം എന്തറിയാമോ? വാഴ്ത്തത്തൊന്നുമില്ല. വന്നതുപോലെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കെട്ടഴിഞ്ഞിട്ടില്ല. കെട്ടഴിഞ്ഞാൽ നീ കൊണ്ടുവന്ന വായുമായിട്ടല്ല പോകുന്നത്, അതൊന്ന് വർക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അത് തുറക്കുന്നേ, തന്നെ തുറന്നു പോകുന്നേ. ഹൃദയത്തിൽ എന്തോ വരുമ്പോൾ ഇത് തന്നെ ഈ അടഞ്ഞിരിക്കുന്ന സാധനം തുറക്കുന്നേ. ഹല്ലേലൂയ. ആ ഹൃദയത്തിൽ നിന്ന് ഇത് വരണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഇൻ്റർ കണക്ഷൻ ഉണ്ടാകണം, അകത്തൊരു വലിയ വ്യത്യാസം ഉണ്ടാകണം. ഹല്ലേലൂയ. 51 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ മെസ്സേജ് നിർത്താൻ പോകുകയാണ്. 51:15. കർത്താവേ. ഇത് മൂടി വെച്ചിരിക്കുകയാണോ? അപ്പം വാക്യം മനസ്സിലായോ? ഇത് മൂടി വെച്ചിരിക്കുകയല്ലേ? അപ്പം ഞാനായിട്ട് മൂടിയതാണോ? ആയിരിക്കാം. വേറൊരാൾ മൂടി വെച്ചിരിക്കുകയാണോ? ആയിരിക്കാം. എൻ്റെ സാഹചര്യമാണോ? ആയിരിക്കാം. പക്ഷെ ഇവിടെ പറയുന്ന, കർത്താവേ എൻ്റെ ആദരത്തെ ഒന്ന് തുറന്നു തരണമേ, എന്നാൽ എൻ്റെ വായ നിൻ്റെ സ്തുതിയെ മഹത്വപ്പെടുത്തും, വർണ്ണിക്കും. എന്താ പലപ്പോഴും സ്തുതി ഉയരാത്തേ? വാ മൂടിക്കിട്ടി റൂമാല് കൊണ്ട് വെച്ചിരിക്കുക. ആര് കെട്ടി? ഏതോ ഒരു ശക്തി ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പാ. ഞാൻ എൻ്റെ വായ അങ്ങയുടെ മുൻപാകെ തുറന്നു തരുവാൻ, ലാസറിൻ്റെ വായിൽ കെട്ടിയതഴിച്ചതുപോലെ, കയ്യിൽ കെട്ടിയതഴിച്ചതുപോലെ, കാലിൽ കെട്ടിയതഴിച്ചതുപോലെ ഒരു അഴിയപ്പെടുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണമേ. അങ്ങനെയെങ്കിൽ ദൈവ പ്രവൃത്തി നടക്കും, സഭയിൽ നടക്കും, കുടുംബത്തിൽ നടക്കും, നിന്റെ പേഴ്സണൽ ലൈഫിൽ നടക്കും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ഗാഡ്.